ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. പിന്നെ നിങ്ങൾക്ക് റീഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്. ഭയങ്കര ഡിഫിക്കൽട്ടും അതുപോലെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു ലൈഫ് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ടും തകർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി, അതായത് നിങ്ങൾ ഇതിൽ എന്താണോ സംഭവിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കി, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഇവിടെ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സമാധാനവും മനസ്സമാധാനവും കാര്യങ്ങളോ ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടും തകർന്നൊരവസ്ഥയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്ന ആ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇമോഷൻസിൽ കൂടെയും ഭയങ്കര സങ്കടം, വിഷമം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ നിങ്ങൾ പോയി. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽപ്പ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ തന്നെയാണ് നിങ്ങൾ പോയത്. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലി മേ ബി ഒരു ഡോക്ടറിനെ തന്നെ പോയി കണ്ടിട്ടുണ്ടാകും. കാരണം വെച്ചാൽ നിങ്ങൾ ഇമോഷണലി ഒരുപാട് തകർന്നൊരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ നല്ലതുപോലെ കള്ളത്തരങ്ങൾ പറയും. ഒരുപാട് കള്ളത്തരങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് തിരിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അതിലോട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ അന്നുണ്ടായ ആ ഒരു പെയിനും കാര്യങ്ങളും അതൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപാട് അതൊക്കെ ഓർത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ മാനസികമായിട്ടൊക്കെ ഒരുപാട് നിങ്ങൾ തകർന്നൊരവസ്ഥയിലാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക്, അതായത് അതല്ലെങ്കിൽ അതുപോലെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അത് ഭയങ്കര സെൽഫിഷ് ആയിട്ട് നിങ്ങളോട് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു പെരുമാറുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. അതായത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയൊക്കെ പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ മാറി, നിങ്ങൾ മനസ്സോടെ മാറി നിങ്ങൾ വേറൊരു ലൈഫ്, അതായത് വേറൊരു റിലേഷൻഷിപ്പ് എന്നല്ല പറഞ്ഞാൽ നിങ്ങൾ മടുത്തു, ഇനി അത് വേണ്ട അല്ലെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന ആ ഒരു സ്റ്റേജിലോട്ടാണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരുപാട് വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ പോയതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ശരിക്കും ഒരു റീബർത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്താണ് നിങ്ങളോട് ചോദിക്കണേ, ആ ഒരു പേഴ്സണോട് ദേഷ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ദേഷ്യമില്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അങ്ങനത്തെ, അതായത് നിങ്ങൾ ഭയങ്കര ഒരു ഹീൽഡ് വേർഷൻ ആയി മാറി. നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ ഒരുപാട് ഹീൽഡ് വേർഷൻ, അയാൾക്ക് ചീത്തത് വരാനോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിച്ചാൽ തകർന്ന് അങ്ങനത്തെ രീതിയിലൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാറിപ്പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നല്ലൊരു ഹീൽഡ് വേർഷനാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു പുതിയ ഒരു ആളായിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാ ആൾക്കാരുടെയും എല്ലാം അതൊരു സ്പിരിച്വൽ അവേക്കനിങ്ങോ ചിലപ്പോൾ ഈ ഒരു ടൈം പീരീഡിലായിരിക്കും മേ ബി നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആ ഒരു എനർജിയിലാണ് നിങ്ങളെ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അതുപോലെ നമ്മൾക്ക് ആ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും അയാൾ എങ്ങനെയൊക്കെയാണോ നിങ്ങളോട് കാണിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ അയാൾ ഭയങ്കര സ്ട്രോങ്ങും ബോൾഡും ഭയങ്കര എല്ലാവരോടും ഭയങ്കര എന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഒരു പവർലെസ് ആയിട്ടുള്ള ഒരു അയാൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ അയാൾ ഒരുപാട് ഒതുങ്ങി അല്ലെങ്കിൽ ഒരുപാട് താരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലായിട്ടുണ്ട് ആ ഒരു വ്യക്തി. ആൾക്ക് എന്താ പറയാ, അയാൾ ഇത്രയും നാളും കാണിച്ച ആ ഒരു ടൈപ്പ് ഓഫ് എനർജി ഒന്നും ഇപ്പൊ അയാൾക്കില്ല. അതുപോലെ തന്നെ അയാൾ നിങ്ങളിൽ നിന്ന് എന്താണോ ഒളിച്ചു വെച്ചിരുന്നത്, അതല്ലെങ്കിൽ നിങ്ങളിൽ എന്താണോ കള്ളത്തരങ്ങൾ അയാൾ പറഞ്ഞിരുന്നത്, അതിൽ അയാൾ എന്താണോ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങളിൽ അയാൾ ആയിരിക്കുകയാണ്, ശരിക്കും അയാള് അതിൽ ട്രാപ്പ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുന്ന് അയാൾക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അയാളുടെ എനർജി കംപ്ലീറ്റ്ലി വീക്കാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ അയാൾക്ക് റിലീസ് ചെയ്ത് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ട്, പക്ഷെ അയാൾക്കത് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, അയാൾക്ക് ഒരുപാട് മെന്റൽ എന്ത് പ്രശ്നത്തിലാണോ അയാൾ അകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് മെന്റലി ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ ഉള്ളിൽ അയാൾക്കറിയാം അയാളായിട്ട് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അപ്പൊ അയാൾ തന്നെയാണ് ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അയാൾ ഇതിൽ നിന്ന് എന്ത് മിസ്റ്റേക്കാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ മിസ്റ്റേക്കിൽ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് അയാൾ വെളിയിലോട്ട് വരുവാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ അയാൾക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അറിയാം ഇവിടെ ഊരി പോരാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം പിടിക്കും. അങ്ങനത്തെയൊക്കെ ഒരു മാനസികാവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി അയാൾ മേ ബി മെന്റലി കുറച്ച് അറ്റാച്ച്ഡ് ആയിരിക്കും. നിങ്ങളോട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ കുറച്ചുകൂടെ അതിലോട്ട് വളരെ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അയാളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനു വേണ്ടി കുറച്ച് ടൈം എടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി അതിലോട്ട് നിൽക്കുന്നത്. അതായത് അയാൾക്കുള്ളിൽ അറിയാം ഇത് പറ്റില്ല, അപ്പൊ മൈൻഡിനെ കംഫർട്ട് ആക്കിയിട്ട് വേണം അവിടുന്ന് കൊണ്ടുവരാൻ. അപ്പൊ ആ ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് അയാൾ എന്ത് ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് അയാൾ നിൽക്കുന്നത്, അതിൽ നിന്നും അയാൾ വരാനുള്ള ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾ ഗ്രാജുവലി അതിൽ നിന്ന് മാറും. അതായത് അയാൾക്ക് തന്നെ മനസ്സിലായിട്ട് ഇത് വലിയൊരു ട്രാപ്പാണ്, ഇങ്ങനെ പോവാണെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങും ആവില്ല, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് പുറത്ത് വരണം എന്നൊരു ചിന്തയ്ക്ക് ഇപ്പൊ ആ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിച്ച് വല്ലാത്തൊരു ഇമോഷണലി ഒക്കെ തകർന്നും എല്ലാ കാര്യങ്ങളും തന്നെ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോയി. അപ്പൊ മൊത്തം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അയാൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അയാൾ കാണിക്കുന്നത് മിസ്റ്റേക്കാണ്, ഇതിലോട്ടൊന്നും പോയി ചാടരുത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടും അയാൾ ഇതിലോട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡായിട്ട് നിന്ന് അയാൾക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും സ്വീകരിക്കാതെ അയാൾക്ക് തോന്നുന്ന വഴിക്ക് പോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കേട്ടിരുന്ന അയാൾ ഇതേപോലുള്ള അവസ്ഥയിൽ വരില്ല. അതുപോലെ തന്നെ നിങ്ങളെ അയാൾ വളരെ വലുതായിട്ട് ചീറ്റ് ചെയ്തു എന്നൊക്കെ, അതായത് നിങ്ങളോട് കാണിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്ത, അതായത് നിങ്ങളെ ചീറ്റ് ചെയ്തതും അത് അയാൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അതായത് നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും അയാളിപ്പോ പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അയാൾക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് അയാൾ വേറെ റിലേഷൻഷിപ്പിൽ പോയതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പറ്റിയത്, അതിന്റെ ഒരു കർമ്മഫലം കൊണ്ടാണ് അയാൾ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ അയാൾക്ക് ഉള്ളിൽ നിന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇത്രയും ഡെപ്തില് വിഷമങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നൊക്കെ. അപ്പൊ അതൊക്കെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും അയാൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു പാസ്റ്റ് റിലേഷനിലും പാസ്റ്റിൽ നടന്ന കാര്യത്തിലൊക്കെ അയാൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അയാൾ ഇപ്പോൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അയാളുടെ എനർജിയൊക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളോട് എങ്ങനെ കാണിച്ചിരുന്നു അതിൽ നിന്നൊക്കെ അയാളുടെ എനർജി മാറി ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങൾ എന്താണ് ഇതിന് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അതിനെയൊക്കെ പറ്റിയൊക്കെ അയാളിപ്പോൾ ആലോചിച്ച് ഇപ്പം അത് ഒക്കെ ഓർത്ത് അയാളിപ്പോൾ ഒരുപാട് വിഷമിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് മേ ബി ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്ക് തേർഡ് പാർട്ടി, അതായത് റിലേഷൻഷിപ്പിൽ തന്നെ തേർഡ് പാർട്ടിയുടെ ഒരു ഇത് കാണും. അതല്ല എങ്കിൽ ചിലപ്പോൾ ജോലി ആയിരിക്കാം, എങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടി ഇവരുമായിട്ട് നല്ല രീതിയിലൊരു വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുത്തതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച പോലെ ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അയാൾക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് രണ്ടുപേർക്കും അങ്ങോട്ട് നല്ലപോലെ ഒന്ന് സ്നേഹിക്കാനോ സംസാരിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ ജോലിക്കാരെയാണെങ്കിലും അയാൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു തകർച്ചയാണ് ആ ഒരു പേഴ്സണിന് ഈ ഒരു ഇതുള്ളത്. അതായത് നിങ്ങൾ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം ഈ അയാൾ എന്തിലോട്ടാണ് അയാൾ ചൂസ് ചെയ്ത് പോയി അവിടെ ആ ഒരു കാര്യത്തിലേക്ക് മൊത്തത്തിൽ ഫുൾ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫിനാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ വിചാരിച്ച പോലെ അയാൾ ഓർക്കുമ്പോൾ ഭയങ്കര മിറാക്കിളും കാര്യങ്ങളും ഭയങ്കര മാജിക്കും ഒക്കെ നടക്കുമെന്ന് ഓർത്തിട്ടാണ്. അതായത് ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവിടെ ഫുൾ അയാൾക്ക് പ്രോബ്ലംസ് ആണ്, ഒരുപാട് പൈസ നഷ്ടങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അയാൾ എന്തോരം പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതൊന്നും അയാൾക്ക് എല്ലാം നഷ്ടത്തിലോട്ടാണ് അയാൾക്ക് പോയിരിക്കുന്നത്. അപ്പൊ അതും ഒക്കെ കൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് ഒരുപാട് പൈസയൊക്കെ പോയതും എല്ലാം കൊണ്ട് അയാൾ ഒരുപാട് വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെയാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അയാൾക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് ലോങ് ഒരു കല്യാണം കഴിച്ച കുട്ടികളുമായിട്ടും അങ്ങനത്തെ രീതിയിലുള്ളൊരു എനർജി ഒന്നും അല്ലായിരുന്നു അയാൾക്ക്. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മനസ്സിലായോ? അപ്പോൾ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മേ ബി ഒരു ഫിനാൻസ് നിങ്ങൾ ചിലപ്പോൾ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെന്റലി നിങ്ങൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളൊരു എംപതായിരിക്കാം, നിങ്ങൾ അയാൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അയാളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അയാളുടെ ഓരോരോ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി വാമ്പയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ നല്ല എനർജീസ് എല്ലാം അയാളുടെ നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് നിങ്ങളിൽ നിന്ന് ആ എനർജി വലിച്ചുകൊണ്ട് പോയിട്ട് അയാൾ അതിൽ നല്ല രീതിയിൽ ഇതാവുക അയാളുടെ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ട സമയത്തൊന്നും ആ ഒരു പേഴ്സണെ കിട്ടിയിട്ടില്ല, എടുത്തില്ല. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഇപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ജോലി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ മെന്റലി അയാൾ തകർന്നിരിക്കുക ഏത് അവസ്ഥയിലാണ് നിങ്ങളെ വിളിക്കുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾ അയാൾക്ക് നല്ലൊരു സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അയാൾ പോവും. അതോടുകൂടി നിങ്ങൾ ഡൗൺ ആവും, നിങ്ങൾ ഭയങ്കര ടയേർഡ് ആവും. അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ എനർജി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ ക്ലെൻസ് ചെയ്യുക. അതായത് നമ്മുടെ ഉപ്പ് അത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കി അത് നിങ്ങൾ നിങ്ങളുടെ തല മുതൽ അങ്ങ് ഒഴിച്ച് ഉപ്പിൽ കുളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എപ്പോഴാണോ ഡൗൺ ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് അതപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വാമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു തരത്തിൽ ഒന്നെങ്കിലും നമ്മൾ നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യണം. അതല്ല എങ്കിൽ നമുക്ക് എപ്പോഴാണോ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പിട്ട് കുളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ടയർഡായി നിങ്ങൾക്ക് തന്നെ തോന്നും അയാൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എനർജി വാമ്പയർ ആണ്. അയാൾ ആ ഒരു രീതിയിൽ അതിപ്പോൾ നമുക്ക് ആരും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ അത് നമ്മൾ അത്രയും പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ അടുത്തോട്ട് നെഗറ്റീവ്സ് ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അപ്പോൾ ഈ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളൊരു പോസിറ്റീവാണ് അയാൾക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നും അയാൾ നന്നായി കൊണ്ടിരിക്കുകയാണ്. അയാൾ പോലും അറിയാതെ അയാളുടെ സോള് അയാളെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി കൊണ്ട് അയാളുടെ ആ ഒരു എന്താ പറയുക അയാളുടെ ഒരു എല്ലാ തരത്തിലും അയാൾക്ക് നല്ല ചേഞ്ചസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് പറ്റുന്നുമില്ല. അയാൾ ചീറ്റ് ചെയ്തു, നിങ്ങളെ അയാൾ ചീറ്റ് ചെയ്തു എന്നെ ഒരു ഫീലിങ്ങും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ നിങ്ങളോട് വരാത്തത്. അപ്പോൾ അയാൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്, നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നൊക്കെ അയാൾ ഉള്ളുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ആ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അയാൾ ഹീൽ ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ കാരണമാണ് അയാൾ ഹീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അയാളിപ്പം മനസ്സിലാക്കുന്നുണ്ട് അയാളുടെ എന്താ പറയാ അയാളുടെ
അയാളുടെ അത്യാഗ്രഹം കൊണ്ടാണ് അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചാടിയെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അയാളിപ്പോ അതൊക്കെ മനസ്സിലായി, അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ നിന്നൊക്കെ ചാടണമെന്നും അവിടെ നിന്നൊക്കെ റിലീസ് ചെയ്ത് പുറത്തോട്ട് വരണമെന്നൊക്കെ ഇപ്പോൾ നമുക്ക് അയാളുടെ എനർജി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അയാൾ അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ അയാൾക്ക് മനസ്സിലായി, അയാൾ എടുത്തു വെച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി എല്ലാത്തിൽ നിന്നും അയാൾക്ക് ഫ്രീ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം നിങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയും നിങ്ങളെയും അയാൾക്ക് വേണമെന്നൊക്കെ അയാളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ട്രാപ്പിൽപ്പെട്ട അവസ്ഥ എല്ലാ കാര്യങ്ങളും മനസ്സിലായി നിങ്ങളുടെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രസൻസും നിങ്ങളോടൊപ്പം വേണമെന്ന്, നിങ്ങൾ അയാളുടെ ഒപ്പം വേണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ ആ ഒരു എനർജി അയാൾക്ക് ആവശ്യമുണ്ട്. അതൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഡിസിഷൻ എടുക്കേണ്ടത്, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വേറൊരു ലൈഫാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.